അന്ന് അമ്മയ്ക്ക് എന്നെ മാറ്റി നിർത്താമായിരുന്നു. അമ്മ അങ്ങനെ ചെയ്തില്ലല്ലോ. സ്വന്തം മകനെ കരുതി തന്നെയല്ലേ എന്നെ വളർത്തിയത്. അതിന് പകരം വെക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യണം. അത് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചാ ഇന്ദ്രേട്ടൻ അമ്മ ചെയ്തതിനേക്കാളും എത്രയോ ഇരട്ടി ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇന്നിങ്ങനെ ജീവിക്കുന്നതിന് കാരണം പോലും ഇന്ദ്രേട്ടനല്ലേ? അതൊന്നും വേണ്ട സത്യ. അത്തരം കണക്കെടുപ്പുകളൊന്നും വേണ്ട. അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് എന്തായാലും അത് ചെയ്യാൻ തന്നെ എൻ്റെ തീരുമാനം. ഇനിയിപ്പോ അങ്ങനെ ആവട്ടെ. അമ്മാവാ. ആ രഘു, നീ തിരക്കിലാണോ? ഇല്ലമ്മാവാ, പറഞ്ഞോ. നീ ഇവിടെ പുറത്താന്ന് തോന്നല്ലോ. അതെ, ഞാൻ ഒരു ഓർഡറിന്റെ കാര്യത്തിന് ക്ലയന്റിനെ കാണാൻ പോവാ. എന്താ അമ്മാവാ കാര്യം? അതെ രഘു, എടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്. നിനക്കൊന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോനെ? ഹലോ. വീട്ടിലേക്കോ? അമ്മാവാ, അത് വേണോ? രഘു, വേണോ വേണ്ടോന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീയാണ്. മക്കളോടായാലും മരുമക്കളോടായാലും അവരോട് നിർബന്ധിക്കാൻ എന്നെ പോലുള്ളവർക്കാവില്ലല്ലോ. അതല്ലേ കാലം. അമ്മാവൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് എന്ത് കാര്യം നിർബന്ധിക്കാനും എതിർക്കാനുള്ള അധികാരം അമ്മാവൻ എപ്പോഴും ഉണ്ട്. അതൊക്കെ ശരിയാ. എന്തായാലും എനിക്ക് നിന്നെ ഒന്ന് കാണണം. പഞ്ചരത്നത്തിലേക്ക് വരാനല്ലേ നിനക്ക് ബുദ്ധിമുട്ട്? ഞാൻ ഇവിടുത്തെ വീട്ടിലേക്ക് വരാനാ പറഞ്ഞത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കാനുണ്ട്. അതാ. ശരിയമ്മോ, ഞാനിപ്പോ തന്നെ വരാം. ശരിയാണ്. അല്ല, ഇതെന്താ മോളെ കൊണ്ട് തങ്കച്ചു വരുന്നത്? ആമി എവിടെയായിരിക്കും? ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അവര് തിരിച്ചു വരുമ്പോ കാര്യം തിരക്കിട്ട് പോവാം. ആമിയൊന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലേ, വേണ്ട, അത് ശരിയാവില്ല. അവര് വരുന്നവരെ കാത്തു നിൽക്കുന്നതാവും നല്ലത്. രഘു, എന്താ രഘു ഇവിടെ? ഞാനൊരു ഓർഡറിന്റെ കാര്യത്തിന് ക്ലയന്റിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. ആണോ? ഞാൻ വേണം നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട രഘു, വെറുതെ ബുദ്ധിമുട്ടണ്ട. ഞാനൊരു ഓട്ടോയ്ക്ക് പൊക്കോളാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയും നേരം കാത്തുന്നത് തന്നെ മാഡം തിരിച്ചു വരാനാ. ഇനി എന്റെ കാറിൽ വരാൻ മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തു ബുദ്ധിമുട്ട്? രഘു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാരും എന്നെ അകറ്റാനല്ല നോക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ.
ഇതൊക്കെ രഘുവിന് വെറുതെ തോന്നുന്നതാ. നമുക്ക് കാറിൽ തന്നെ പോവാം. എന്നാ വക്കേർക്കോ. മാഡം, നിയമോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ, നല്ല വ്യത്യാസമുണ്ട്. ആഴ്ചയിൽ 2 ദിവസം മോൾക്കിപ്പോൾ തെറാപ്പി. ഒരു ദിവസം ഞാൻ കൊണ്ടുവിടും, ഒരു ദിവസം ആമി. മോളെ കാണാൻ വരണമെന്നും സംസാരിക്കണമെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചേക്കുമായിരുന്നു. ആമി എവിടെ? മോളെ കൊണ്ടുവരാൻ പോലും സമയമില്ലാത്ത തിരക്കിലാണോ? തിരക്കിലാണോന്ന് ചോദിച്ചാൽ തിരക്കിലാണ്. ആമി ഇപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അവള് മോളെ കൊണ്ടുവരും. സൂപ്പർ മാർക്കറ്റിലോ? അതെ. ജീവിക്കാൻ വേറെ വഴിയില്ലല്ലോ രഘു. പാവം പെണ്ണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു. ഇപ്പോഴത്തെ ജോലി നല്ല കഷ്ടപ്പാടുണ്ട്. എന്നാലും അതൊന്നും പുറത്തു കാണിക്കാത്തത് സഹിക്കുക. സഹായിക്കാൻ ആളില്ലാഞ്ഞിട്ടോ മനസ്സ് കാണിക്കാഞ്ഞിട്ടോ അല്ലല്ലോ. പലതവണ പല രീതിയിൽ ഞാൻ അവളെ സഹായിക്കാൻ ശ്രമിച്ചതല്ലേ. അവളത് സ്വീകരിക്കാൻ തയ്യാറാവഞ്ഞിട്ടല്ലേ. എത്ര നാളെന്ന് വെച്ച രഘു ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നേ? മനസാക്ഷിയുള്ള ആരും അതിന് താല്പര്യപ്പെടില്ല. രഘുവിനൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവനുള്ളതല്ലേ. അതിന്റെ കൂടി ഈ ബാധ്യതകളും കൂടി തരണ്ടെന്ന് അവൾ കരുതിയിട്ടുണ്ടാവും. അല്ല മാഡം, എന്നെങ്ങനെ അന്യനായിട്ട് കാണുന്ന എന്തിനാ? അന്യനായിട്ട് കണ്ടിട്ടൊന്നുമല്ല രഘു. ആമിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച ആ കുട്ടി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാവർക്കും അവരവരുടെ ശരികളാ വലുത്. അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ വിഷമിക്കുന്ന എന്നെ കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ? ആ ചിന്ത ഉള്ളത് കൊണ്ടും കൂടിയാ ഈ അകൽച്ചാന്ന് കരുതിയാ മതി. മറ്റെല്ലാം മറന്ന് രഘു സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർക്കണം. നഷ്ടപ്പെട്ടു പോയാ അത് തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ആമിക്കിപ്പോ ഒരു ജോലിയുണ്ട്. എന്നാൽ കഴിയുന്ന സഹായം ഞാനും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. ആമയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചെല്ലാം തെറ്റായിപ്പോയി. എന്റെ കുടുംബം രക്ഷിക്കാനാ അവൾ എന്നെ അകൽച്ച കാണിച്ചത്. ഞാൻ മറ്റെന്തൊക്കെയോ കരുതി. ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു.